ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ബി.ജെ.പിയുടെ പുതിയ പ്രസിഡന്റ്, അതായത് നാഷണൽ പ്രസിഡന്റ് നിതിൻ നബിൻ ചുമതലയേറ്റു. ഏറ്റവും പ്രായം കുറഞ്ഞ ബി.ജെ.പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് നിതിൻ നബിൻ. അപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ ജെ.പി. നഡ്ഡയുടെ കാലാവധി കഴിഞ്ഞ ജൂൺ 2024 കഴിഞ്ഞതാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 2 കൊല്ലത്തേക്ക് അടുക്കുമ്പോഴാണ് ഇപ്പം നിതിൻ നബീൻ എന്ന് പറയുന്ന പുതിയൊരു പ്രസിഡന്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഇത്ര വൈകിയത് നിതിൻ നബീനെ തിരഞ്ഞെടുക്കാൻ എന്നുള്ളതാണ്. രണ്ടാമത്തേത്, എന്തുകൊണ്ടാണ് നിതിൻ നബീനെ പോലെ ഒരാളെ ചുമതല ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. കാരണം അദ്ദേഹം അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലൊന്നും അറിയപ്പെടുന്ന ഒരാളല്ല. മൂന്നാമത്തേത്, അദ്ദേഹത്തിൻ്റെ മിഷൻ എന്തായിരിക്കും എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിന് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വെറും 45 വയസ്സേ ഉള്ളൂ. ആ പദവിയിൽ ഇരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ബി.ജെ.പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അപ്പോൾ അദ്ദേഹം ഇതിന് തൊട്ട് മുമ്പ് വരെ നിതീഷ് കുമാർ മന്ത്രിസഭയിൽ അർബൻ ഡെവലപ്മെൻറ്റിൻ്റെയൊക്കെ മന്ത്രിയായിരുന്നു. ആ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. അദ്ദേഹം ആദ്യമായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നത് 2006 കൂടാതെ അദ്ദേഹം യുവമോർച്ചയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അടക്കമുള്ള നിരവധി പദവികൾ വഹിച്ചിട്ടുണ്ട്. ബീഹാറിലെ ബി.ജെ.പിയുടെ അധ്യക്ഷനായിരുന്നിട്ടുണ്ട്. കൂടാതെ അദ്ദേഹം കയാസ്ത എന്ന് പറയുന്ന ഒരു സമുദായത്തിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാളെ, സാധാരണ അത്രയും ഒരു ഹൈ പ്രൊഫൈലിലോ നമ്മൾ സാധാരണ പേര് കേൾക്കാത്ത ഒരാളെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത് എന്നുള്ളതിന് മുമ്പ് എന്താണ് ഇത്ര വൈകിയത് എന്നുള്ള കാരണത്തിലേക്ക് വരാം. യഥാർത്ഥത്തിൽ 2024 മോദി അധികാരത്തിലേക്ക് വരികയും ജെ.പി. നഡ്ഡയുടെ കാലാവധി തീരുകയും ചെയ്തപ്പോൾ നമുക്കെല്ലാം അറിയുന്നത് പോലെ 2024 തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 60ഓളം സീറ്റുകൾ കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 303 നിന്ന് കൃത്യമായി പറഞ്ഞാൽ 240 സീറ്റുകളിലേക്ക് 63 സീറ്റുകളുടെ കുറവുണ്ടായി. ആ കുറവുണ്ടായപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ രാം മാധവിനെ പോലെ തന്നെ RSSൻ്റെ വലിയ നേതാക്കളെല്ലാവരും തന്നെ, മോഹൻ ഭാഗവത് അടക്കമുള്ള നേതാക്കളെല്ലാവരും തന്നെ മോദിയെ നിശിതമായി തള്ളിപ്പറയുകയും യഥാർത്ഥത്തിൽ ഈ പരാജയം പോലും നല്ലതാണ് എന്നുള്ള നിലക്ക് രാം മാധവ് ഒക്കെ തന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ കോളത്തിൽ വളരെ ഓപ്പണായി പറയുകയും ചെയ്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുറച്ചുകൂടി ദുർബലനായിരുന്നു നരേന്ദ്രമോദി എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ അങ്ങനെ ദുർബലനായിരുന്ന നരേന്ദ്രമോദി മറ്റൊരു പോസ്റ്റിലേക്ക് ആളെ തിരഞ്ഞെടുക്കൽ അത് പക്ഷേ ഏകപക്ഷീയമായി ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ജെ.പി. നദ്ദക്ക് കേന്ദ്ര ക്യാബിനറ്റിലേക്ക് ഒരു ബർത്ത് കൊടുത്തെങ്കിൽ പോലും, ഒരു പദവി കൊടുത്തെങ്കിൽ പോലും ഇത് രണ്ടും കൂടി ഒരുമിച്ച് വഹിച്ചുകൊണ്ട് പോട്ടെ എന്നുള്ള ഒരു തീരുമാനമെടുക്കുകയായിരുന്നു നരേന്ദ്രമോദി. അതിനുശേഷം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ബ്രാൻഡ് വാല്യൂവിലും ഇമേജിലും അതുപോലെ തന്നെ ശക്തിയിലുമൊക്കെ വലിയ ഇടിപോരുകയും നാഷണൽ ലെവലിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ പടയൊരുക്കം നടക്കുകയൊക്കെ ചെയ്ത കാലഘട്ടത്തിൽ ഇത് നീട്ടിവെക്കുകയായിരുന്നു ബുദ്ധിപരമായിട്ട് അമിത്ഷായും നരേന്ദ്രമോദിയും ചെയ്ത്. അതിനുശേഷം നമുക്കറിയാം മറ്റു പല തെരഞ്ഞെടുപ്പുകളിലും, എന്ന് പറഞ്ഞാൽ ഹരിയാനയിലടക്കം മഹാരാഷ്ട്രയിലടക്കം ഏറ്റവും ഒടുവിൽ ബീഹാറിലടക്കമുള്ള നിരവധി തെരഞ്ഞെടുപ്പുകളിലൂടെ ബി.ജെ.പിയിലെ ഒരു അപ്രമാദിത്വം പിടിച്ചെടുക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞു. അങ്ങനെ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സുഖകരമായി നരേന്ദ്രമോദി പറയുന്ന ആളെ തന്നെ വരും എന്നുള്ള ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ കൃത്യമായി ബി.ജെ.പിയിൽ പിടിമുറുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നിതിൻ നബീൻ എന്ന് പറയുന്ന ഒരാളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്തിച്ചേർന്നതും ഈ കഴിഞ്ഞ 2 കൊല്ലത്തോളം, ഏതാണ്ട് 2 കൊല്ലത്തോളം തന്നെ അത് വൈകിയതും അതുകൊണ്ടാണ്. ഇനി നമുക്ക് നിതിൻ നബീനിലേക്ക് എന്തുകൊണ്ട് എത്തിച്ചേർന്നു എന്നുള്ളത് നോക്കാം. കാരണം അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. 2006 ആദ്യമായിട്ട് നിയമസഭയിലേക്ക് എത്തുന്നത്. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരി ബീഹാറിലെ ബി.ജെ.പിയുടെ സംഘടനാ ചുമതല ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ സംഘടനാ ചുമതലയുള്ളപ്പോൾ തന്നെ അദ്ദേഹം അതിഗംഭീരമായിട്ട് അവിടെ പണിയെടുത്തിരുന്നു. അവിടെ ബി.ജെ.പി വളരാൻ വേണ്ടി സഹായിച്ചിരുന്നു. ഇനിയിപ്പോൾ നിതീഷ് കുമാറിൻ്റെ കാലവും കൂടിയൊക്കെ കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ JDU എന്ന് പറയുന്ന പാർട്ടി തന്നെ ഇല്ലാതാവുകയും അവിടെ വലിയൊരു പാർട്ടിയായി ബി.ജെ.പി ഇപ്പം തന്നെ എമർജ് ചെയ്തിട്ടുണ്ട്, എമർജ് ചെയ്യുകയും ചെയ്യും എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. പിന്നെ കൂടാതെ നിങ്ങൾ അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തവണ ഈ ഛത്തീസ്ഗഡിലടക്കം ബി.ജെ.പിയുടെ വിജയത്തിന് വളരെ കാരണമായിട്ടുള്ള അമിത്ഷായുടെ ടീം മെമ്പറായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ ഹരിയാനയിലടക്കം അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും അടക്കം തന്നെ ചില ആളുകളെ വളരെ കൃത്യമായി അവിടുത്തെ സോഷ്യൽ എഞ്ചിനീയറിംഗ് രൂപപ്പെടുത്താനും അതുവഴി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനും ഒക്കെ ചുമതലപ്പെടുത്തും. അങ്ങനെ ചുമതലപ്പെടുത്തിയപ്പോൾ ഛത്തീസ്ഗഡിൽ ബി.ജെ.പിയുടെ വിജയത്തിന് വളരെയധികം സഹായിച്ച ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുന്നതിലും അതുപോലെ തന്നെ ഒരു നരേറ്റീവുകൾ ബിൽഡ് ചെയ്യുന്നതിലും ബി.ജെ.പി അവിടെ വളർത്തുന്നതിലും കോൺഗ്രസിനെ അവിടെ തൂത്തെറിയുന്നതിലും ഒക്കെ തന്നെ
വലിയ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിച്ചിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ നിതിൻ നബീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കൂടി കണക്കിലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഇപ്പം നിതിൻ നബീൻ എന്ന് പറയുന്ന 45 വയസ്സുള്ള പ്രായം കുറഞ്ഞ ഒരാളിലേക്ക് എത്തിച്ചതിൻ്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇത്തരത്തിലുള്ള വലിയ പ്രാവീണ്യവും പരിചയവും അയാൾക്കുണ്ട്. കൂടാതെ നമുക്കറിയാം ഈ വർഷം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന 5 സംസ്ഥാനങ്ങളാണ് ബംഗാൾ, ആസാം, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്ന് പറയുന്നത്. അതിൽ ബംഗാളിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയും പ്ലാനുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും അതുപോലെ തന്നെ BJPയും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. കേരളവും തമിഴ്നാടും പുതുച്ചേരിയും പോലെയുള്ള സ്ഥലങ്ങളിൽ, ആസാമും പോലെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ ബംഗാൾ അടക്കമുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഈ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ മാനേജ് ചെയ്യാനുമാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുള്ളത്, അതിൽ ഇപ്പോൾ കേരളം അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് അവർ വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. കാരണം അശോക് താവ്ഡെ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു വലിയ നേതാവിന് ചാർജ് കൊടുത്തിട്ടുണ്ട്. ഈ അശോക് താവ്ഡെ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് എൻ്റെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തെ ഒരു പണപ്പെട്ടിയുമായി ആളുകൾ ഒരു ഹോട്ടലിൽ വന്നിരിക്കും പിടികൂടി എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രധാനപ്പെട്ട പ്രശ്നമുണ്ടായതാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ അമിത്ഷായ്ക്കൊക്കെ തന്നെയുള്ള പ്രാധാന്യം കുറയ്ക്കുകയും അവിടെ ദേവേന്ദ്ര ഫഡ്നാവിസും അമിത്ഷായുടെ ഗ്രൂപ്പും തമ്മിൽ വലിയ പ്രശ്നമുണ്ടാവുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ ഈ അശോക് താവ്ഡെ എന്ന് പറയുന്ന നാഷണൽ സെക്രട്ടറിക്ക് നേരെ തന്നെ ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് ഒന്നും ഉണ്ടായത് എന്ന് ബോംബെയിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ തന്നെ വലിയ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അശോക് താവ്ഡെ പണപ്പെട്ടിയുമായിട്ട് അവിടെ എത്തി എന്ന് പറഞ്ഞ് നിരവധി ആളുകൾ കൂടുകയും വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്ത നേതാവാണ്. അപ്പോൾ അദ്ദേഹവും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അമിത്ഷായുടെ കൂടെയുള്ള ഒരാളാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഞാനന്ന് ആ വീഡിയോ ചെയ്യാൻ കാരണം അമിത്ഷാ ഒരു പത്രപരസ്യത്തിൽ തന്നെ, അതായത് ദേവേന്ദ്ര ഫഡ്നാവിസ് കൊടുത്തിട്ടുള്ള BJPയുടെ മഹാരാഷ്ട്ര ഘടകത്തിൻ്റെ പത്രപരസ്യത്തിൽ യഥാർത്ഥത്തിൽ അമിത്ഷായുടെ ഫോട്ടോ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ അശോക് താവ്ഡേക്കാണ് ഈ കേരളത്തിൻ്റെ ചുമതല കൂടി എന്ത് ചെയ്തേക്കുന്നത്, കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായി വളരെ ഓർഗനൈസ്ഡായി ഈ പറയുന്ന ഈ സംസ്ഥാന തലങ്ങളിലെ ഇലക്ഷനും പ്രത്യേകിച്ചും ദക്ഷിണ സംസ്ഥാനങ്ങളിലേക്ക്, അതായത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി പ്രചരണം അതുപോലെ തന്നെ ശക്തിയും വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു ചുമതലയാണ് ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ ഈ 45 വയസ്സുള്ള ആളെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ചുമതലയിലേക്ക് എത്തിച്ചതെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ തവണ BJP കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുതിയ വോട്ടേഴ്സിന്, അതായത് ഏതാണ്ട് കഴിഞ്ഞ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു 10 കോടിയോളം വരുന്ന പുതിയ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് BJPയോട് പഴയ പോലെ അത്ര താല്പര്യമില്ല എന്നും ആ താല്പര്യം കുറഞ്ഞു വരികയാണെന്നും, അപ്പോൾ അത്തരത്തിലുള്ള ഒരു പുതിയ യങ് ഇന്ത്യയോട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ വേണമെന്നും അതിന് കുറേ കൂടി പ്രായം കുറഞ്ഞ, ഇതെല്ലാം കൃത്യമായി ഒരു പുതിയ ജനറേഷനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളുകൾ വേണമെന്നുള്ള തോന്നലിലാണ് ഇതെല്ലാം തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള വോട്ടുകളാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് കിട്ടാതെ പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത്തരം വോട്ടുകളും അതുപോലെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെയും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ കാലാവധി 3 കൊല്ലമാണ് ഒരു പ്രസിഡന്റിന്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2026 2029 ഈ പറയുന്ന സമയമെത്തുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരൂ, ജനുവരിയിൽ. പക്ഷേ അത് പിന്നെയും നീട്ടിക്കൊടുക്കാനാണ് സാധ്യത. കാരണം എന്താണ് പ്രത്യേകത എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ നടന്നത് 2024 2029 എത്തുമ്പോൾ ഒരു മാർച്ച് ഏപ്രിൽ വീണ്ടും ഇന്ത്യയിൽ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പ് വരെ എന്തായാലും നിതിൻ നബീൻ തുടരും. ആ നിതിൻ നബീൻ തുടരുമ്പോൾ ഇത്തരത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സ്വാധീനം ഉറപ്പിക്കുക, പ്രധാനപ്പെട്ട പുതിയ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഇടയ്ക്ക് BJPയുടെ സ്വാധീനം കൂട്ടുക, കൂടാതെ നമുക്കെല്ലാം പറയുന്നത് ഫുൾ ടൈമായി വളരെ കൃത്യമായി ഫോക്കസ്ഡ് ആയിട്ട് സംഘടനാ മെഷീനറി തന്നെ ഇന്ത്യ മുഴുവൻ കെട്ടിപ്പടുക്കുക, കോൺഗ്രസിനേക്കാൾ എല്ലാ സ്റ്റേറ്റുകളിലും തന്നെ സംഘടനയുള്ള ഒരു നാഷണൽ ലെവൽ, ആക്ച്വൽ നാഷണൽ ലെവൽ പ്രസ്ഥാനമായിട്ട് BJP വളരുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലൂടെ ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാവുന്ന ലെവലിലേക്ക് 2029 തെരഞ്ഞെടുപ്പിൽ വീണ്ടും വലിയ ജയമുണ്ടാവുക, ഒരുപക്ഷെ വേണമെങ്കിൽ 3-2 ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിയുമെങ്കിൽ ജയമുണ്ടാവുക. അതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും ഘടകകക്ഷികളെ കൂട്ടിച്ചേർക്കാൻ പറ്റുമെങ്കിൽ കൂട്ടിച്ചേർക്കുക. അത്തരത്തിലുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിതിൻ നബീനെ ആ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ചെറിയ ചെറിയ മിഷനുകളെല്ലാം ഉണ്ടെങ്കിലും മിഷൻ 2029 എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതിൽ നമുക്കറിയാമല്ലോ, ഒരു വലിയ ഗോള് സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ഗോളുകൾ കൂടി സാധിച്ചെടുത്തേ പറ്റൂ. അതിന് പറ്റിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ നിതിൻ നബീൻ ആയിരിക്കും എന്നുള്ള ഒരു കണക്കൂട്ടലിലാണ്
BJP നേതൃത്വം ഇത്തരത്തിൽ വളരെയധികം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു അഖിലേന്ത്യാ പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഫുൾ ടൈമായി മറ്റൊന്നും ചെയ്യാതെ ഓരോരോ ഭരണപരമായ കാര്യങ്ങളിലൂടെ വരാതെ ഗവൺമെൻറ് കാര്യങ്ങളൊന്നും നോക്കാതെ വളരെ കൃത്യമായി പാർട്ടിയെ കെട്ടിപ്പടുക്കുക, വളർത്തുക എന്നുള്ളത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ചുമതല. അതിലൂടെ വലിയ വിജയം, അതായത് 303 സീറ്റിനേക്കാൾ വലിയ വിജയം, 400 സീറ്റുകളിലേക്ക് എത്തുമെന്ന് പറഞ്ഞ വിജയം, 420 സീറ്റുകളിലേക്ക് എത്തുമെന്ന് പറഞ്ഞ വിജയത്തിലേക്ക് കൃത്യമായി എത്തിച്ചേരുക എന്നുള്ളൊരു പണിയാണ് ഏതാണ്ട് 3 കൊല്ലം ഇനി ബാക്കി നിൽക്കുമ്പോഴും, കൃത്യമായി 3-3.5 കൊല്ലം ബാക്കി നിൽക്കുമ്പോഴും കൃത്യമായി നിതിൻ നബീനെ BJP ഏൽപ്പിച്ചിട്ടുള്ളത്.